നമസ്കാരം. GMX നിഫ്റ്റി ഏതാണ്ട് 2.5% മൈനസിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 525 പോയിന്റോളം മൈനസിലാണ്. അതുപോലെ ഏഷ്യൻ മാർക്കറ്റിൽ നിക്കിയും കോസ്പിയും ജപ്പാൻ മാർക്കറ്റാണ്, കൊറിയൻ മാർക്കറ്റാണ്. ഇത് രണ്ടും 2% മേളിൽ മൈനസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ബാക്കിയുള്ള മാർക്കറ്റിലൊക്കെ 1% മേളിലാണ് മൈനസ് ആയിട്ട് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് നല്ല പോസിറ്റീവായിട്ട് വന്നതാണ്. പക്ഷേ വീണ്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഡേറ്റകളും എല്ലാം നെഗറ്റീവ് ആണെന്നാണ് മാർക്കറ്റ് വീണ്ടും മൈനസിൽ ഇതുപോലെ ട്രേഡ് ചെയ്യാൻ കാരണം. ഒരുപക്ഷെ ഓപ്പണിംഗ് നമ്മുടെ ഇവിടെയും ഇതേ പോയിന്റ് വ്യത്യാസത്തിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ US മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട റീസൺ ഒന്ന്, ഇറാൻ US വാർ വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്നു. ഇസ്രായേലിന് കനത്ത ആക്രമണമാണ് ഇറാന്റെ ഓയിൽ എനർജി ഫീൽഡുകളിലൊക്കെ ഇന്നലെ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുർദിഷ് അതോറിറ്റിയും അതുപോലെ തന്നെ ഇറാഖും കൂടെ ചേർന്ന് തുർക്കിഷ് എയർപോർട്ട് വഴി, സൈഹാൻ എന്ന് പറയുന്ന എയർപോർട്ട് വഴി ഓയിലിന് ഒരു എനർജി ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരുന്നു. അതേ തുടർന്നാണ് തൊട്ട് മുമ്പത്തെ ദിവസം ഓയിലിന്റെ പ്രൈസ് ഒരല്പം കുറഞ്ഞത്. എന്നാൽ ഇറാന്റെ എനർജി ഫീൽഡുകളെല്ലാം കനത്ത രീതിയിൽ ആക്രമിച്ചത് വീണ്ടും ഓയിലിന്റെ പ്രൈസ് കൂടാൻ ഇടയാക്കി. ഇതുപോലെ ഇറാൻ ഗൾഫ് കൺട്രീസിനെല്ലാം ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പല ഗൾഫ് കൺട്രീസിലേക്കും ഇന്നലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ബാലിസ്റ്റിക് മിസൈൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖത്തറിന്റെ എണ്ണപ്പാടത്തിന്റെ മെയിൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിനടുത്ത് ബ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ എണ്ണയുടെ വില വർദ്ധിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ UAE ബാലിസ്റ്റിക് മിസൈൽ പതിച്ചിട്ടുണ്ട്. ബാക്കി ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പതിച്ച ബാലിസ്റ്റിക് മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ കാണിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ യുടെ ഫെഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. യുടെ ഫെഡിൽ ഇനി റേറ്റ് കട്ട് ഇനി സെപ്റ്റംബറിലെ ഉണ്ടാവൂ എന്നുള്ള രീതിയിലാണ് ഫെഡ് ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വന്നിരുന്നത്. ഈ യുദ്ധം കാരണം പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ തന്നെയാണ് നിലനിർത്തിയത്. എണ്ണവിലയിലുണ്ടായ വർധനവ് ഇൻഫ്ലേഷൻ കൂടാൻ ഇടയാക്കും. അതുകൊണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് റേറ്റ് നിരക്കില്ലാതെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ പലിശ നിരക്കിനെ കുറിച്ച് ഇനി സെപ്റ്റംബർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതുവരെ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ റേറ്റ് ഹൈക്ക് ചെയ്യാനും കാരണമായേക്കാം എന്നുള്ള രീതിയിലുള്ള കമന്ററി ഒക്കെ വന്നതാണ് മാർക്കറ്റിനെ ഇത്ര മോശമായിട്ട് സ്വാധീനിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇനി ചില ന്യൂസ് ഇറാന്റെ സൈനിക നീക്കങ്ങളിൽ അമേരിക്ക പിന്മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഉടനെയല്ല, കുറെ ഇതിന് സമയമെടുത്തതിന് ശേഷമാണ് പിന്മാറുന്ന തരത്തിൽ ട്രംപ് പറയുന്നതാണ്. ഓരോ ദിവസം ഓരോ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക കറൻസികളിൽ ട്രാൻസാക്ഷൻ നടത്താൻ, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് പ്രാദേശിക കറൻസികൾ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഫോൺ പേയുടെ IPO മാർക്കറ്റിന്റെ മോശം അവസ്ഥ കാരണം ഇപ്പോൾ നിർത്തിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇറാന്റെയും ഖത്തറിന്റെയും ലാർജ് ഓയിൽ ഫീൽഡുകളെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ എണ്ണവില ഇപ്പോൾ $110 ആയിട്ടുണ്ട് ബ്രെന്റ് ക്രൂഡിന്റെ പ്രൈസ്. അതുപോലെ WTIയുടെ പ്രൈസ് $98 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. മറ്റൊരു കാരണം, അമേരിക്കയിലെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. ഇൻഫ്ലേഷൻ വർദ്ധിച്ചതായിട്ടാണ് ഡേറ്റ കാണിക്കുന്നത്. ഇതും എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ റേറ്റ് ഡിസിഷനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇനി ഇന്ന് വരായിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് ഡേറ്റകൾ, UKയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മീറ്റിംഗ് ഉണ്ട്. അതുപോലെ യൂറോ ഏരിയയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. US ജോബ്ലെസ് ക്ലെയിമും ഇന്ന് വരുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റൊന്ന്, RBI ബെയിൻ ക്യാപിറ്റലിന് മണപ്പുറത്തിലെ സ്റ്റേക്ക് എടുക്കുന്നതായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വാർത്തകൾ വന്നിരുന്നു. RBI അതിനുള്ള അപ്രൂവൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, US വെനസ്വേലയെ സാങ്ഷൻ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുന്ന കാരണം അതൊന്ന് ബാലൻസ് ചെയ്യാനാണെന്ന് പറയുന്നു. കാരണം വെനസ്വേലയിൽ നിന്ന് കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അതായത് എന്റർപ്രൈസസ് JP അസോസിയേറ്റ്സിനെ ഏറ്റെടുക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസ്. പക്ഷേ മാർക്കറ്റ്